ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് മാംഗ്ലൂർ സെൻട്രലിലാണ്. മാഹി വരെ പോവാണ്. മാഹിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പെരുന്നാളാണ്. അപ്പോൾ ജസ്റ്റ് പോവാണ്. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ പോവാണ്. ഓൺ ദ വേ ആണ്. അതായത് ഈ തൊട്ടിപ്പുറത്ത് കാണുന്ന ട്രെയിനാണ് പോകുന്നത്. ഏറനാട് എക്സ്പ്രസ് ആണ്. ഇപ്പം തന്നെ ട്രെയിൻ എടുക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് ഏകദേശം തല്ലിപ്പിടിച്ചിറങ്ങി വന്നതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, മംഗലാപുരം നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസ് മംഗലാപുരം സെൻട്രലിൽ നിന്ന് എടുത്തിരിക്കുവാണ്. അപ്പോൾ അതാ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് മാഹിയിലേക്കാണ്. മാഹി അവിടെ ഇപ്പോൾ ഈ സമയത്ത് പെരുന്നാളാണ്. അപ്പം ജസ്റ്റ് ഇന്നത്തെ ഒരു കുർബാന കൂടാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇതുണ്ടോ മംഗലാപുരത്ത് രാവിലെ മോർണിംഗ് ഇതുണ്ടോ ട്രാക്കിൻ്റെ ഇവിടെ പല മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഗ്രീസ് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇത് ചെയ്യുന്നുണ്ടതാ ചേട്ടൻ. അങ്ങനെ ഈ കാണുന്ന ഇവിടുന്ന് വളഞ്ഞു പോകുന്ന ഈ പാളം ഉണ്ടല്ലോ, ഇത് ബന്ദർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് ഗുഡ്സിൻ്റെ ഒരു ഇതുണ്ട്. ഐ മീൻ ഗുഡ്സിൻ്റെ ഒരു ഷെഡ് പോലെ ഒരു ഇതുണ്ട്. ബന്ദർ അതായത് ഹാർബറിൻ്റെ അടുത്തായിട്ടുള്ള ഇതാണ് ഒരു സംഭവമാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ ചെന്നിട്ടാണ് ഈ സ്ഥലത്ത് ഈ പോകുന്ന ഭാഗത്തോട്ടുള്ള ഗുഡ്സിൻ്റെ അവിടെയാണ് ഈ ഗോതമ്പാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മംഗലാപുരം ഭാഗത്തേക്ക് ഇത് വരുന്നത്. പിന്നെ മാത്രമല്ല ഗുഡ്സ് ട്രെയിനുകൾ, വേറെ പല ട്രെയിനുകൾ അവിടെ കിടക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് പോകുമ്പോൾ അവിടെ മറ്റേ ഇന്ത്യൻ റെയിൽവേയുടെ അതായത് മറ്റേ മിലിറ്ററിയുടെ സെപ്പറേറ്റ് ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനുകൾ ചില സമയത്ത് കിടക്കുന്ന കാണാറുണ്ട്. ഇതുണ്ടോ ഇത് ട്രാക്ക് മാറുവാണ്. ഈ പോണത് നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് ആണ്. മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോവാണ്. മാവേലി എക്സ്പ്രസ് മാവേലി കടന്നുപോയി. നമ്മുടെ ഏറനാട് എക്സ്പ്രസ് നേത്രാവതി പാലം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. നമ്മുടെ മോർഗൻസ് ഗേറ്റിൻ്റെ അടുത്തുള്ള ലെവൽ ക്രോസ്. മിക്ക സമയത്തൊക്കെ ട്രെയിൻ അതായത് പോകുന്ന സമയത്തൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്ക് കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോൾ രാവിലെ കൊണ്ട് കാര്യമായിട്ട് തിരക്ക് കാര്യങ്ങളില്ല, കുറച്ച് വണ്ടികളുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവുന്നതാണ്. ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ മംഗളാദേവിയാണ് നേരെ പോകുന്ന റോഡ്. അങ്ങനെ നമ്മുടെ ഏറനാട് എക്സ്പ്രസിൻ്റെ ഫ്രണ്ട് പോർഷൻ നേത്രാവതി പാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫ്രണ്ടിൽ എൻജിൻ പോകുന്നു, പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പുറത്തെ ഈ സൈഡിൽ കാണുന്ന ഇത് പ്ലൈവുഡ് ഫാക്ടറിയാണ്. ഇത് ഇവരുടെ എന്തോ എനപ്പോയയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനപ്പോയ ഗ്രൂപ്പിൻ്റെ കെൻവുഡ് ചന്ദ്ര പ്ലൈവുഡ് ഇൻഡസ്ട്രീസ്. ഇത് നോക്കിയത് ഒരു ഫ്ലാറ്റ് നോക്കിയ ഫ്ലാറ്റിൻ്റെ മൊത്തം ഇതായിട്ട് മൂടൽ മഞ്ഞൊക്കെ പോലെയായിട്ട് ഇതുണ്ടോ ഫാക്ടറിയുടെ ഇതിൽ നിന്നായിട്ട് പോകുന്ന പുക കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു കുളം പോലെ ഉണ്ട്. ഈ കുളത്തിലാണ് ഇവർ തടിയൊക്കെ ചീയിക്കാനിടുന്ന പ്ലൈവുഡ് ഉണ്ടാക്കാനുള്ളതിൻ്റെ. ആ കുളത്തിൻ്റെ നേരെ അപ്പുറത്ത് ഇതായതുണ്ടോ നമ്മുടെ നേത്രാവതി പുഴയാണ് കാണുന്നത്. നൈറ്റ് നല്ലോണം മഴ പെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു. മൊത്തം കലങ്ങിയാണ് പറഞ്ഞാണ് കാണുന്നത്. ഇതുണ്ട്, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കുളം. നേത്രാവതി പാലത്തിലേക്ക് ഇവിടെ നമ്മുടെ ട്രെയിൻ പോവുകയാണ്. ഇതുണ്ട്, അവിടെ നിന്ന് വരുന്ന ട്രെയിനുകൾ ഈ ഇതിൽ കൂടെയാണ് വരുന്നത്. ഇതുപോലെ ഈ സ്റ്റീലിൻ്റെ റാഡ് പോലത്തെ ഈ സംഭവം ഉണ്ടോ, സ്പാൻ പോലത്തെ ആ സംഭവം ഇതിനുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ ഇതിനുണ്ട്, കുറച്ച് ഭാഗത്തേ ഉള്ളൂ. പക്ഷെ ഇതിന് ഫുൾ ഇതായിട്ടുണ്ട്.
താഴെയോട്ട് ട്രാക്ടർ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പുല്ലൊക്കെ പിടിച്ച് നന്നായിട്ട് കലക്കവെള്ളമാണല്ലോ. രാത്രി നല്ലവണ്ണം മഴ പെയ്തിട്ടുണ്ടെന്നുണ്ട്. ആ ഭാഗത്ത് നല്ല മഞ്ഞാണോ അതോ മഴ വരുന്നതാണോ? രാവിലെ ആയിട്ട് മഞ്ഞ് പോലെ ആ ഭാഗങ്ങളിലൊന്നും കാണത്തില്ല അങ്ങേ സൈഡ്. അല്ലെങ്കിൽ ആ ഭാഗത്ത് നമ്മുടെ ഉള്ളാല ഇൻഡസ്ട്രിയൽ ഏരിയ ആ ഭാഗമൊക്കെ കാണാമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗമൊക്കെ മൊത്തം മൂടൽ മഞ്ഞ് പോലെയാണ്. ഇനി അങ്ങേ സൈഡ് അത് ചെറുതായിട്ട് കാണിച്ചു തരാം. ഉണ്ട് ഓപ്പോസിറ്റ് ഈ സൈഡ് അവിടെ നിന്ന് ഇതായുണ്ടോ സൂര്യൻ ഉദിച്ചു വരുന്ന പോലത്തെ രീതിയിലായിട്ട് ഇതുണ്ടോ പരുന്തുകൾ കാക്കകളൊക്കെ അതേ പറന്ന് വളർന്ന് നടക്കുന്നുണ്ട്. ഇതാ കാണുന്നതാണ് നേത്രാവതി. ഇത് NHന്റെ കുറുകെയുള്ള നേത്രാവതി പാലം. വണ്ടിയൊക്കെ പോകുന്ന ഇതാണ്. മംഗലാപുരത്തെ കേരളം കാസർഗോഡ് ഭാഗത്തേക്കൊക്കെയായിട്ട് ബന്ധിപ്പിക്കുന്ന ഏക പാലം ഇതാണ്. ഇതുണ്ടോ പാലത്തിൻ്റെ ഏകദേശം മിഡിലായപ്പോഴേക്കും ഇതായതുണ്ടോ ഞാൻ പറഞ്ഞ സ്പാനുകളെത്തി. വണ്ടി സ്പീഡ് നല്ലോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡായിട്ട് പോണത് ചേട്ടന്മാർ ചെയ്തുകൊണ്ട് വെള്ളത്തേൽ പോയി മീൻ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നേത്രാവതി കടന്ന് നമ്മുടെ ഏറനാട് എക്സ്പ്രസ് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിന് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ റൂട്ടിൽ നമ്മുടെ വന്ദേ ഭാരത് കാസർഗോഡ് വരെയുള്ള ഇങ്ങോട്ട് മംഗലാപുരം സെക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അറിയത്തില്ല. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ പിന്നെ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാലാണെങ്കിൽ ഈ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മംഗലാപുരം ടു കാസർഗോഡ് വരെ അല്ലെങ്കിൽ നോർമലി എത്ര മിനിറ്റാണ്? ഏകദേശം 45 മിനിറ്റ് കൊണ്ട് എടുക്കും. ഏറനാടല്ല, മാവേലി എക്സ്പ്രസ് ഒക്കെയാണ് 45 മിനിറ്റ് കൊണ്ട് 50 മിനിറ്റ് കൊണ്ട് മംഗലാപുരം ടു കാസർഗോഡ് എടുക്കും. ഇനിയിപ്പോൾ വന്ദേ ഭാരതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 15 അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റിനുള്ളിൽ എത്തും. അതുകൊണ്ട് ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മുടെ ഏറനാട് എക്സ്പ്രസ് നല്ല സ്പീഡിൽ ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു. സൈഡിൽ പല കാര്യങ്ങളെല്ലാം നല്ല പച്ചപ്പിൻ്റെ ഇതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു. അപ്പോൾ അതെല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വേറെ പല കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ മഞ്ചേശ്വരത്തെത്തി. അങ്ങനെ നമ്മുടെ വണ്ടി ബേക്കൽ ഫോർട്ടിലെത്തി. അതായത് മംഗലാപുരം സൈഡിലേക്ക് പോകുന്ന വേറെ ഏതൊരു വണ്ടിയാണ്. അത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു, മംഗലാപുരം സൈഡിലേക്ക് പോകുന്നു. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ അവിടുത്തെ പൗലീന, അതുപോലെ പാർക്ക് എക്സിബിഷനെ കാര്യങ്ങൾ നടക്കുന്ന സംഭവമാണ് ദൂരെ കാണുന്നത്. അതായത് സൈഡിൽ ആ കടൽത്തീരത്തിൻ്റെ അവിടുത്തെ പൈൻ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പാണ്. അങ്ങനെ ഞാൻ വന്നതാ ഏറനാട് എക്സ്പ്രസ് മാഹിന്ന് പോവാണ്. അങ്ങനെ നമ്മൾ മാഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അമ്മ ത്രേസ്യയുടെ ഷ്രൈനിലേക്ക് പോകണം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടതാ നമ്മുടെ മാഹി പള്ളിയിലേക്ക് ലക്ഷ്യമാക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ വഴിയിലെ പല കാര്യങ്ങളെല്ലാം ടൈം ലാപ്സിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വേറെ കുറേ ആൾക്കാരൊക്കെ ഇതേ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ കേന്ദ്രപ്പെട്ട പ്രദേശമായ പുതുച്ചേരിയുടെ അണ്ടറിലുള്ള മാഹിയിലെത്തിയതാ. കയറി വരുമ്പോൾ തന്നെ കറക്റ്റ് ബോർഡറിൽ തന്നെ കാണുന്നത് ഇതാണ്. ലിക്വർ ഷോപ്പാണ് കാണുന്നത്. കറക്റ്റ് ബോർഡർ ഏരിയയിൽ തന്നെ കാണുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ചുകൂടെ പോകാനുണ്ട് മാഹി സെൻറ്റ് തെരേസ ശ്രൈനിലേക്ക്. ഇതുണ്ട് അതേ റോഡൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം
സംഭവങ്ങളൊക്കെ നീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ സൈഡിൽ ഇതായതുണ്ട്. ഫുട്പാത്ത്, ആൾക്കാർക്ക് പോകാനുള്ള ഫുട്പാത്ത് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി മാഹി പള്ളിയിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ ഞാൻ മാഹിപ്പള്ളി ലക്ഷ്യമാക്കിയ ഫുട്പാത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, ഏറെക്കുറെ വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ പള്ളിയുടെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഇത് നമ്മുടെ മാഹി പള്ളിയുടെ അകത്തേക്ക് പോകാനായിട്ട് അകത്തേക്ക് ഇറങ്ങാനുള്ള ക്യൂ ആണ്. അങ്ങനെ ലോങ് തൊട്ട് ക്യൂ ഉണ്ട്. ആൾക്കാർ ഇഷ്ടംപോലെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ശനി ഞായറും ആണല്ലോ മെയിൻ പെരുന്നാൾ. അപ്പം അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ക്യൂ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനും ഒരു ക്യൂവിൽ നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ക്യൂ പയ്യെ നീങ്ങി തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ കണ്ണൂർ ഭാഗത്ത് അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരുപാട് ബസ്സുകളൊക്കെ മാഹി ടച്ച് ചെയ്താണ് പോകുന്നത്. അതേ ഇവിടെ സൈഡിൽ കണ്ടോ മുളക് ബജി വിൽക്കുന്നത് കട കാര്യങ്ങൾ, പിന്നെ വേറെ പല ഐറ്റംസ് ഇത് ചെയ്തുണ്ടോ നമ്മുടെ പള്ളിയിൽ കൊടുക്കാനുള്ള പൂമാല ഉൾപ്പെടെയുള്ള മാലകൾ കാര്യങ്ങളൊക്കെ വിറ്റുകൊണ്ട് ഓരോ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഉണ്ട്. അതേ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മെഴുകുതിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാനും വാങ്ങിയ ഒരു മാല, അത് ഇവിടെ വെഞ്ചരിച്ച എണ്ണ, അതായത് വെള്ളം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെയുള്ള സ്റ്റാളുണ്ട്, പള്ളിയുടെ സ്റ്റാളുണ്ട്. അതേ പള്ളിയുടെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിയുടെ മേൽഭാഗത്ത് താഴെ ഇവിടെയൊക്കെ എല്ലാം ഇലുമിനേഷൻ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇതുണ്ടോ സെയിൻറ്റ് തെരേസയുടെ ഒരു രൂപം ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ആ രൂപം തൊട്ടുകുത്താനും ഇതാക്കാനുള്ള ഇതിനായിട്ട് വേറെ സെപ്പറേറ്റ് വഴിയാണ് ഇതാക്കിയേക്കണത്. ഇവിടെ പള്ളിയുടെ നിർമ്മാണത്തെപ്പറ്റി അങ്ങനെയുള്ള പല കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആയിട്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫലകങ്ങളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ അകത്തേക്ക് പോകാനുള്ള ക്യൂ ആണ്. അതായതുണ്ടോ ഇതാണ് പള്ളിയുടെ അകത്തെ ഒരു ലോങ് വ്യൂ. ആണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട്. ഇതായതുണ്ടോ ഇവിടെ മലയാളത്തിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്ക്, അതുപോലെ തന്നെ എങ്ങനെയാണ് അമ്മ തെരേസയുടെ ദേവാലയത്തെ പറ്റിയൊക്കെ ആയിട്ട്. ഇവിടെ ഫ്രണ്ടിൽ ലൈറ്റായിട്ട് ഈ കാണുന്ന ഇതുണ്ട്, രൂപകൂടുണ്ട്. അവിടെയാണ് രൂപം വെച്ചേക്കുന്നത്. അവിടെയാണ് എല്ലാവരും പൂമാല ഇട്ടിട്ട് നേർച്ചയിട്ടിട്ട് കുറച്ച് നേരം അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അവിടുന്ന് നേരെ സൈഡിലേക്കുള്ള ഭാഗത്തൂടെയാണ് പോകുന്നത്, നേരെ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഉടനെ തന്നെ കുർബാന ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കാം, പള്ളിക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കാം. അങ്ങനെ പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം, കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മുടെ പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങ് മാറിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്. ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആരാണേലും കയറും. അതുകൊണ്ട് നല്ല സാമ്പാറുണ്ട്, പിന്നെ മത്തി വറുത്തതുണ്ട്, പിന്നെ ഒരു ചെറിയൊരു തോരൻ കറി, അച്ചാറ്, പപ്പടം. അങ്ങനെയാണ് നല്ല വാഴയിലുള്ള ചോറ് ചെയ്യുക. അപ്പം ഒന്ന് നോക്കിയാൽ കയറി നേരെ ഫുഡ് അടിച്ചിട്ട് നേരെ ഇനി മംഗലാപുരത്തേക്ക് പോകണം. വളരെ ഒരുപാട് വലിയ റേറ്റ് ഒന്നുമില്ല, അറൗണ്ട് 60 രൂപയ്ക്ക് അടുത്ത് ഏതാണ്ട് ആയതേ ഉള്ളൂ. അതായതുണ്ട് ഈ ബസ്സാണ് ഇത് ഇവിടുത്തെ മാഹിയിലെ, അതായത് ഗവൺമെൻറ് ഇതായിട്ടുള്ള ബസ്സാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് മംഗലാപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേത്രാവതി പാലം കടന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം സെൻട്രൽ ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട സെയിം ലെവൽ ക്രോസ് എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്,
ഇന്നത്തെ യാത്ര ഏറെക്കുറെ അവസാനിക്കാൻ പോകണം. അതായത് രാവിലെ പോകുന്ന എറണാട് എക്സ്പ്രസ്സിനായിരുന്നു പോകുന്നത്. തിരിച്ചു എറണാടിന് കയറാൻ വേണ്ടിയായിരുന്നു വരുന്നത് മാഹിയിൽ നിന്ന്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി എറണാട് എക്സ്പ്രസ് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് കോയമ്പത്തൂർ മാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് കയറിയത്. ഇപ്പോൾ ഇൻ്റർസിറ്റി ഇതാ ഇവിടെ മംഗലാപുരം സെൻട്രലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേത്രാവതി ഔട്ടർ റിംഗ് ക്യാബിനൊക്കെ കടന്ന് നമ്മുടെ ജയ്പൂരിലെ മോർഗൻസ് ഗേറ്റ് ലെവൽ ക്രോസ് ഒക്കെ കടന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു ട്രെയിൻ നമ്മുടെ മാംഗ്ലൂർ ജംഗ്ഷൻ കൂടി ഇതേ പോകാൻ വേണ്ടിയിട്ട് ഇതാ പോകുന്നതാണ്. മാംഗ്ലൂർ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത്. ബാംഗ്ലൂർ സൈഡിലേക്കാണോ അതോ ഗോവ സൈഡിലേക്കാണോ പോകണമെന്ന് അറിയത്തില്ല. നമ്മൾ നേരെ മാംഗ്ലൂർ സെൻട്രൽ ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.